ഞാനൊരു പൂർണ്ണസമയ കർഷകനാണ്, എങ്കിലും വ്യത്യസ്ത മേഖലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ പൊതുവായ കർഷക വേദികളിലൊക്കെ കർഷകർക്ക് അനുകൂലമായി സംസാരിച്ച് യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകന്ന് നമ്മൾ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ കൈയ്യടി കിട്ടും. നമ്മൾ വളരെയധികം കാട് കയറിയൊക്കെ പോകും. നമുക്ക് ഈ കോൾ എ സ്പെയ്ഡ് നമുക്ക് യാഥാർത്ഥ്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വിശകലനം ചെയ്യുന്നു കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ. ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, നമ്മളിൽ ഇപ്പം ഇവിടെ 60 വയസ്സിൽ താഴെയുള്ള കൃഷിക്കാർ അല്ലെങ്കിൽ വളരെ കുറവാണ്. കുട്ടനാട്ടിലും അത് തന്നെയാണ് സ്ഥിതി. ചെറുപ്പക്കാരും കാർഷിക മേഖലയിലേക്ക് വരുന്നില്ല. അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം, എല്ലാം പ്രായമായ ആൾക്കാരാണ്. അവരെങ്ങനെയെങ്കിലും പൈതൃകമായി കിട്ടിയ കാർഷിക ഭൂമി അന്യാധീനപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നു. ആ രീതിയിലേക്കാണ് പോകുന്നത്. സത്യസന്ധമായിട്ട് കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മക്കളെ എത്ര പേരെ നമ്മൾ കാർഷിക വൃത്തിയിലേക്ക് നമ്മൾ വിടും? സത്യസന്ധമായിട്ട് പറയണം. നമ്മൾ ആരെങ്കിലും വിടാൻ തയ്യാറുണ്ടോ? വിടാനുണ്ട്. വെരി ഗുഡ്, ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ പല വേദികളിലും 100 കണക്കിന് ചിന്തിക്കുന്ന ആളുകളുടെ വേദിയിൽ ചോദിക്കുമ്പോൾ ഒരാൾ പോലും അങ്ങനെ പറയാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ നമ്മുടെ ജോസഫ് ചായൻ പറഞ്ഞ വളരെ സ്വാഗതാർഹമാണ്, വളരെ ധീരമായ നല്ല തീരുമാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ പെൺമക്കളെ വിവാഹം ചെയ്തയക്കുമ്പോൾ ഒരു കർഷകൻ, ധാരാളം ഭൂമി ഉണ്ടാകും, മറ്റൊക്കെ ഉണ്ടാകും, ഒരു കർഷകനാണെന്ന് പറഞ്ഞ് വിവാഹിതയാക്കാൻ നമ്മൾ തയ്യാറാകുമെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരവൊക്കെ ഇത് തന്നെയാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവില്ല. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്? 60 വർഷത്തിൽ താഴെ കൃഷിരംഗത്ത് വരുന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട പരിഗണിക്കും. എൻ്റെ അനുഭവം തന്നെ ഞാൻ വേണ്ടി ഒന്ന് പറയാം. അതായത് ഞാൻ ഈ പല വേദികളിലും ഒക്കെ നമ്മളെ വിളിക്കുകയും ക്ഷണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ കർഷകനാണെന്ന് പറയും, കർഷകനാണ്. പിന്നെ വേറെ ചോദ്യങ്ങളൊന്നുമില്ല, മുഖത്തൊക്കെ ഒരു മ്ലാനത, ചിലപ്പോൾ ഒരു സാഹിത്യ സമ്മേളനമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള കാർഷികവുമായിട്ട് ബന്ധപ്പെടാത്ത മേഖലകളിലൊക്കെയുള്ള ഇതാണ്. പിന്നെ അവർക്കൊക്കെ പരിചയപ്പെട്ട് എന്താണ് നേരത്തെ ജോലി, എന്താണ്, എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മുഖത്തൊക്കെ ഒരു മാറ്റവും കുറച്ചുകൂടി ആദരവും സ്നേഹവും ഒക്കെ കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം കാർഷിക പ്രവൃത്തി ഇന്ന് മാന്യമായ ഒരു പ്രവൃത്തിയാണോ എന്നൊരു യുവാവിനോട് ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ മറുപടി? തീർത്തും ആശാവഹമല്ല. കാരണം കാർഷിക വൃത്തിയിൽ നിന്നുള്ള ആദായം നമുക്ക് വളരെ പരിമിതമാണ്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് ഈ ഭൂപരിഷ്കരണം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൃഷിഭൂമി തുണ്ടുതുണ്ടായി, ആവശ്യത്തിനുള്ള ഉൽപ്പാദനമില്ല. ഇതിനു മുമ്പ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു 10 ഏക്കറൊക്കെ ഉള്ള ഒരു സാധാരണ കർഷക കുടുംബത്തിന് അവരുടെ എല്ലാ ആവശ്യങ്ങളും ഈ കൃഷിയിൽ നിന്ന് ചെയ്യാമായിരുന്നു. ഇപ്പോൾ അത് 4-5 മക്കളൊക്കെയായി വിഭജിച്ചു കഴിഞ്ഞപ്പോൾ 2-3 ഏക്കറൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ട് അവരെല്ലാം മറ്റു തൊഴിലിലേക്ക് മാറി. അതിനൊരു പശ്ചാത്തലം കൂടെ പറയുക. 60 വയസ്സ് കഴിഞ്ഞാൽ എന്താ ഇല്ലാത്ത ചോദിച്ചാൽ, ഞാനൊക്കെ ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് കുട്ടനാട്ടിൽ ഒരു വലിയ ഒരു വിപ്ലവകരമായ നമ്മുടെ ജോസഫ് വാസ്തിക്ക് അറിയാം. അദ്ദേഹം ഒരു ഇടതുപക്ഷത്തിൻ്റെ ആളൊക്കെ ആണെങ്കിലും യാഥാർത്ഥ്യമായി നോക്കി എഴുതി കഴിഞ്ഞാൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടൊക്കെ ഈ കാർഷിക ഭൂമി ഒരു സമരഭൂമിയാക്കി മാറ്റി. അപ്പോൾ കുട്ടനാടൻ കർഷകനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കാരണം ഈ വിതയ്ക്കുന്ന സമയത്ത് നമ്മൾ വിത്ത് കെട്ടി വിതയ്ക്കുന്ന സമയത്ത് പണിമുടക്ക് പ്രഖ്യാപിക്കുക, നമുക്കത് 1 മണിക്കൂറോ 10 മണിക്കൂറോ ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുകയില്ല. നമ്മൾ ആ സമരത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിയുണ്ട്, വിലപേശി നമ്മൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഞാർ നടുമ്പോൾ അല്ലെ കൊയ്ത്തിൻ്റെ സമയത്ത് വെള്ളക്കറ്റ് കയറ്റുമ്പോഴൊക്കെ സമരങ്ങളാണ്. കാരണം ആ ഒരു കർഷകരെയും തൊഴിലാളികളെയും ഭിന്നിപ്പിച്ച് ആ പ്രസ്ഥാനങ്ങൾ വളർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് കണ്ട കൃഷിക്കാർ മറ്റുള്ള ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും അല്ലെ അവരുടെ ആ ഇതിനു മുമ്പിൽ കീഴടങ്ങുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ ആത്മാഭിമാനമുള്ള കർഷകർ വിചാരിച്ചു, ഇനി എൻ്റെ അടുത്ത തലമുറ ഇങ്ങനെ കീഴടങ്ങും, മറ്റുള്ളവരുടെ കാൽക്കീഴിൽ ചവിട്ടി അരയ്ക്കാൻ എൻ്റെ മക്കളെ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് എൻ്റെയൊക്കെ തലമുറയിൽ തന്നെ ആളുകളെ മാറ്റിവിടാൻ തുടങ്ങി. 50 വർഷമായിട്ട് ഈ പ്രോസസ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാർഷിക രംഗങ്ങളിൽ. അന്ന് നാട്ടിൽ കുറച്ച് അധ്യാപകരുണ്ടാകും, കുറച്ച് ആർമിക്കാർ, കുറച്ച് സഹകരണ സംഘം ജീവനക്കാർ, ഇങ്ങനെയുള്ളൊരു സർക്കാർ ജോലിക്കാരുമില്ല. ഇന്നത് മാറി കുട്ടനാട്ടിലെ എല്ലാ കുടുംബങ്ങളിലും മറ്റ് സോഴ്സിൽ നിന്നുള്ള വരുമാനം ഇന്നുണ്ട്. അതായത് മക്കൾ വഴി, അല്ലെങ്കിൽ ഒരു അധ്യാപനാകും കൃഷിക്കാരൻ, അല്ലെങ്കിൽ ഒരു എക്സാർമിയാവും, എക്സ്എൻആർഐയാവും, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ കൃഷിക്കാർ. അതുകൊണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ന് കുട്ടനാട്ടിൽ ഒരു ഉപതൊഴിലായിട്ട് മാറിയിരിക്കുകയാണ് കൃഷി, മുഖ്യ വരുമാന മാർഗമായിട്ടല്ല. കാരണം ഇന്നിപ്പോൾ നമുക്ക് 1 ഏക്കർ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്, എൻ്റെ നിലം 20 ദിവസം കഴിഞ്ഞാൽ കൊയ്യാൻ വളരെ ലേറ്റായിപ്പോയി. ഒരു 3 ആഴ്ച മുമ്പ് പറഞ്ഞു 2.5 കിൻഡൽ നെല്ല് കിട്ടുമെന്നൊക്കെ ആൾക്കാരുടെ അസംഷൻ ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് പറഞ്ഞു 2 കിൻഡൽ കിട്ടുമെന്ന് പറയുന്നു. ഇപ്പം പറഞ്ഞാലും താഴെ പോകുന്നു, കാരണം എല്ലാം കറവലും ഈ വെങ്കണ്ണിയൊക്കെ ഉള്ളതുകൊണ്ടാകുന്നു പറഞ്ഞു.
അപ്പോൾ നമുക്ക് നോർമൽ രീതിയിലൊരു ഒരേക്കർ കൃഷി ചെയ്താൽ 2 കിൻഡൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 56,000 രൂപയാണ് വരുമാനം. ഈ 56,000 രൂപയിൽ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ കൃഷി ചെയ്താൽ കൃഷി ചെലവ് 40,000 രൂപ വരും, ലോഡിങ് അൺലോഡിങ് ഉൾപ്പെടെ. അതിനകത്ത് നമുക്ക് കിട്ടുന്ന 16,000 രൂപയാണ് ഒരേക്കറിന് കിട്ടുന്നത്. 2 കിൻഡൽ കിട്ടിക്കഴിഞ്ഞാൽ 56,000 രൂപ, 28 രൂപ 20 വയസ്സിൽ കിട്ടുന്നത്. നമ്മുടെ ചെലവ് 40,000 രൂപ. ഈ 16,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3 ഏക്കർ കൃഷി ചെയ്യുന്നയാളിന് 47,000-50,000 രൂപ കിട്ടും ഒരു വർഷം. അവർ ജീവിക്കാൻ പറ്റുമോ? 10 ഏക്കർ ഉണ്ടെങ്കിൽ കിട്ടുന്നത് എത്രയാണ്? 1,60,60,000 രൂപ ഒരു വർഷം കിട്ടും. ജീവിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവന് മറ്റ് സോഴ്സ് അല്ലെങ്കിൽ മറ്റ് ജോലികൾ തേടിയേ കഴിയൂ. ഇന്നിപ്പോൾ ഒരു കുട്ടനാട്ടിലൊരു കൃഷിക്കാരൻ ശ്രമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ 2 മോട്ടോർ പെട്ടിയും പറയും കാണും, അല്ലെങ്കിൽ 2 വള്ളം കാണും, അല്ലെങ്കിൽ 2 കടമുറി കാണും. തീർച്ചയായിട്ടും അവൻ്റെ മക്കൾ മറ്റ് മേഖലകളിൽ പ്രവർത്തിച്ച് വീട്ടു ചെലവിനും മറ്റു കാര്യങ്ങൾക്കും പണം അയച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഈ കുട്ടനാട്ടിലെ കർഷകൻ ഇത് സർവൈവ് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും കാതലായ പ്രശ്നം, ഞാൻ ഈ വലിയ നമ്മുടെ വേൾഡ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ലോണോ അല്ലെങ്കിൽ അവരുടെ വാഗ്ദാനങ്ങളല്ല പറയുന്നത്. പ്രകൃതി അനുകൂലമായാൽ, കാലാവസ്ഥ ചതിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കൃമികീടങ്ങൾ നമുക്ക് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് 2 കിൻഡൽ അല്ലെങ്കിൽ 2.5 കിൻഡൽ കൂടി കിട്ടുകയില്ല. അപ്പോൾ ഒരു 3 സാധാരണ ഒരു കൃഷിക്കാരൻ ഇപ്പോൾ 3 ഏക്കറൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ 10 ഏക്കർ അല്ലെങ്കിൽ 5 ഏക്കർ. ഒരു കുടുംബം ജീവിക്കാനുള്ള വരുമാനം ഈ തൊഴിലിൽ നിന്ന് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഈ പുതിയ തലമുറയിലേക്ക് വരാത്തത്. എൻ്റെ പിതാവ് എന്നെ ഇവിടേക്ക് വിടാൻ ആഗ്രഹിച്ചിരുന്നില്ല. അത് അന്നത്തെ കാലത്ത് ഈ തൊഴിൽ പ്രശ്നമാണ് പ്രശ്നം. ഇന്ന് ആ തൊഴിൽ പ്രശ്നങ്ങൾ ക്രമേണ കുറഞ്ഞു. കാരണം എല്ലാവർക്കും ഭൂമിയായി, അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീരെ കുറവാണ്, തൊഴിൽ പ്രശ്നങ്ങൾ. പക്ഷേ ആദായം നമുക്ക് തീരെയില്ല. അത് വലിയ വസ്തുതയാണ്. ഇവിടെ സാറ് സൂചിപ്പിച്ചു, കൃഷിക്കാരൻ നോക്കി കാണുമ്പോൾ, ഞാനൊരു പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ്റെ, ഒരു UP സ്കൂൾ അധ്യാപകൻ്റെ ശമ്പളം 180 രൂപയാണ്. അന്ന് ഒരു 10 ഏക്കർ കൃഷി ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 1000 വീട്ടിൽ വരുമാനമുണ്ട്. അപ്പം അന്ന് ജീവിത നിലവാരത്തിൽ വലിയ അന്തരമുള്ള അവസ്ഥയിൽ അത് ഞാൻ ജോലിക്ക് നേടാറായപ്പോൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് കിട്ടുന്ന 600 രൂപ ശമ്പളം ഒരു ക്ലറിക്കൽ കേഡറിൽ, ഒരു കോളേജ് അധ്യാപനം കിട്ടുന്നത് 750-800 രൂപയുള്ളൂ. അപ്പോഴും കൃഷി നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാമായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിന് 10 ഏക്കർ കൃഷി ഉണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും 2-3 സഹോദരിമാരെ വിവാഹം കഴിക്കാം, അവരുടെ അത്യാവശ്യം വിദ്യാഭ്യാസം വീടുകളിൽ നടക്കുമായിരുന്നു. ഇന്ന് ഇതൊന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏത് തൊഴിലിനും മാന്യത കൊടുക്കുന്നത് ആ ജോലിയിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. നമ്മുടെ ആൾ ഇസ്രായേലിൽ പോകുന്നു, ഹൗസ് മെയ്ഡായിട്ട് പോകുന്നു, ഓസ്ട്രേലിയയിലും അല്ലെങ്കിൽ UK അവിടെയൊക്കെ കെയർ വിസയിൽ പോകുന്നു. എന്തുകൊണ്ടാണ്? ആ തൊഴിൽ കിട്ടുന്ന ആദായം കൊണ്ടാണ്. കുട്ടനാട്ടിൽ കൃഷി ചെയ്ത് ഈ ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകുക അസാധ്യമാണ്. അല്ലെങ്കിൽ വേറൊരു കാര്യമാണ് ഞാൻ പറയാം. നമ്മുടെ ഈ 1 കിൻഡൽ നെല്ല് ലോഡ് ചെയ്യുന്നതിന് ഞാൻ 220 രൂപ കൊടുക്കുന്നുണ്ട്. ലോകത്തൊരിടത്തും, ഇന്ത്യയിൽ ഒരിടത്തും 1 കിൻഡൽ കൈകാര്യം ആ കൂലി ഉണ്ടാവുകയില്ല. സർക്കാർ തരുന്ന 12 രൂപയാണ്. ഈ 12 രൂപ പ്രഖ്യാപിച്ചത് 10-18 വർഷമായിട്ടുണ്ടല്ലേ. അതിനുശേഷം യാതൊരു വർധനവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കൂലി നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കുകയാണ്. നമുക്ക് എങ്ങനെ മുതലാക്കാൻ പറ്റും? അതുപോലെ തന്നെ ഈ നെല്ലിൻ്റെ വില 28 രൂപയിൽ ഇങ്ങനെ ഒരു 3-4 വർഷമായിട്ട് കിടക്കുന്നു. ഈ വർഷം 20 പൈസ കൂടുതൽ കിട്ടിയെങ്കിലും കൂലിച്ചിലവ് ആദ്യം 800 രൂപ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 900-ആയി, 1000-ആയി. സ്ത്രീകൾക്കുള്ളത് 400, 500, 600-ആയി. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടനാട്ടിൽ കൂലി എന്ന് പറയുന്നത് ഈ വരമ്പ് വാരുക എന്നൊരു പണിയുണ്ട്. ഈ വരമ്പ് വെട്ടി ശരിയാക്കുക എന്നൊരു പണി, അതിന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കോൺട്രാക്റ്റാണ്. വിതയ്ക്ക് 1 ഏക്കറിന് 1000 രൂപ. ഒരു സാധാരണ തൊഴിലാളി ഒരു 5 മണിക്കൂർ ചെയ്താൽ 2000-2500 രൂപ വിലയിൽ നിന്ന് കിട്ടും. കറക്റ്റല്ലേ? അതുപോലെ തന്നെ മരുന്നടിക്കുക, ഒരു സിലിണ്ടർ അടിക്കുന്നതിന് 100 രൂപ. അത് 80 100 ഇപ്പം 110-ആയി. നെല്ലിൻ്റെ വിലയിൽ വർധനവില്ല. മറ്റിടത്തെല്ലാം പ്രൈസ് ഇൻഡെക്സ്, ജീവിത നിലവാര സൂചിക, സർക്കാർ ഇതെല്ലാം മേക്കപ്പ് ചെയ്യുന്നു. ഇവിടെ യാതൊരു വർധനവില്ലാത്തപ്പോഴും ഈ കൂലികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലോഡിംഗ് ചാർജ്, ഇതെല്ലാം. അപ്പം കുട്ടനാട്ടിലെ കൂലി എന്ന് പറയുന്നത് ഈ 1000 രൂപ എന്ന് പറയുന്നത് ഈ ഒരു പണിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കോൺട്രാക്റ്റാണ്. അപ്പം ഇതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് സാധാരണ കൃഷിക്കാരന് സാധിക്കുകയില്ല. വലിയ പ്രശ്നത്തിലാണ്. അതാണ് യഥാർത്ഥ കാരണം. നമ്മൾ പലരും അഡ്രസ് ചെയ്യാത്ത കാരണം. ഒരു കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായ തുക കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. അന്ന് മാത്രമേ കൃഷിയിലേക്ക് ആളുകൾ വരുവുള്ളൂ, തുടരുകയുള്ളൂ. അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കുട്ടനാട്ടിലെ കൃഷിക്കാരും മണ്ടന്മാരോ സ്മാർട്ടോ അല്ലാത്തവരല്ല.
ഇന്ന് നമ്മൾ ബാങ്കിൽ പോയി ചെയ്താൽ പണ്ട് ഒരു 10 വർഷം മുമ്പാണെങ്കിൽ സ്വർണം പണയം വെക്കുക, തിരിച്ചെടുക്കുക, ഇതിനുവേണ്ടി മാത്രം പോവുകയാണെങ്കിൽ ഇന്ന് കൂടുതൽ ആളുകളും ബാങ്കിന്റെ മുമ്പിൽ പോകുന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുക്കാനാണ്. ഒന്നുമില്ലെങ്കിൽ മറ്റു സംസ്ഥാനത്ത് അല്ലെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാനായിട്ട് അവന്റെ വീട് പണയം വെക്കുകയാണ്. അവൻ ആ റിസ്ക് എടുക്കുകയാണ്. 15, 20, 25, 30 ലക്ഷം രൂപ ലോൺ എടുക്കാനുള്ള ഇതിലാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചെറുപ്പകാലത്തെ കാര്യം പറഞ്ഞല്ലോ. അന്നും കുട്ടനാട്ടിലെ കർഷകർ വലിയ വിപ്ലവത്തിനോ ആയുധമെടുക്കാനോ ഒന്നും പോയില്ല. അവർ സമർത്ഥമായി ബുദ്ധിപരമായി തൻ്റെ മക്കളെ ഈ മേഖലകളിൽ നിന്ന് മാറ്റി കിട്ടും. ഇപ്പോഴും അത് ഒരു അന്ന് തുടങ്ങിയ പ്രോസസ്സാണ്. ഇപ്പോഴും ഈ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 10-20 വർഷം കഴിയുമ്പോൾ ഈ കുട്ടനാട്ടിൽ നെൽകൃഷി ചെയ്യുന്നൊരു മേഖലയായിട്ട് അറിയപ്പെടും. കൃഷി ചെയ്യാനായിട്ടാണ് ഉണ്ടാവുകയുള്ളൊരു വലിയൊരു വസ്തുതയാണ്. നെൽകൃഷി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണെന്ന് പറയും. ആ രീതിയിലേക്ക് പോവുകയാണ്. സാറിന് മുമ്പ് സൂചിപ്പിച്ചത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മുടെ ജെയിംസ് വടക്കൻ സാർ ആധികാരികമായിട്ട് പഠിച്ച് പല ഹാൻഡ് ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന ശമ്പളം 68 മുതൽ നോക്കിക്കഴിഞ്ഞാൽ 10 ഇരട്ടി വർദ്ധിച്ചു. അധ്യാപകരുടെ 30 ഇരട്ടി വർദ്ധിച്ചു. ആ പ്രൈസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 1 കിലോ നെല്ലിന് 104.60 പൈസ കിട്ടണം. ഇന്ന് കിട്ടണം. നമുക്ക് കിട്ടുന്ന 28 രൂപയാണ്. നമുക്ക് ഒരു ജീവനിലവാരം നമുക്ക് പുലർത്താൻ സാധിക്കുന്നില്ല ഈ നെൽകൃഷി കൊണ്ട്. പിന്നെ എങ്ങനെ ചെയ്തു ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. പിള്ളേരുടെ പണം വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് സോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ റിട്ടയർഡ് ആളായിരിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റൻഡ്. ഇപ്പം ഞാൻ ഒരു 35 വർഷം കേരളത്തിൽ നിന്ന് മാറി എൻ്റെ പിതാവ് ഈ മേഖലയ്ക്ക് അനുയോജ്യമല്ല, ഇവരുടെ കൂടെ നീ